ഹലോ ഗൈസ്, ബിനുപാൽ. പല മുനിസിപ്പാലിറ്റിയും ഭരണ പ്രതിസന്ധി. ഞാനൊക്കെ ആഗ്രഹിച്ചതും അതുതന്നെ. നമ്മളെയൊക്കെ മണ്ടന്മാരെന്നും പറഞ്ഞ് പൊതുസമൂഹത്തിൽ അല്ലാതെ വക്രീകരിച്ച് മോശപ്പെട്ടവരുമാക്കി ഞാനുൾപ്പെടെ ഉള്ള എൻ്റെ കുടുംബത്തിലോട്ടൊക്കെ കയറി ആഴ്ന്ന് പ്രവർത്തിച്ച് അതവരുടെ കഴിവ്, അവർ വിജയിച്ചു. ബ്ലെൻഡർ ചെയർപേഴ്സൺ, പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ, 6 മാസമായില്ല. തിരുവനന്തപുരം മേലൊക്കെ 5 വർഷം തികച്ചിട്ടാണ് പോയത്. ഗൈസ്, ബിനുപാലൻ, ഞാൻ പാലായിൽ. ചില വിമർശനങ്ങൾ, എനിക്കൊരുപാട് വിമർശനങ്ങളുണ്ട്. നമ്മുടെ വിമർശനങ്ങൾ നമ്മളൊരു സാധാരണക്കാരൻ എന്ന നിലയിൽ പലരും പല സമയത്തും ചെവിക്കൊണ്ടിരുന്നു. ഒരു കാലഘട്ടത്തിൽ BJP വന്നു. അത് കഴിഞ്ഞ് ഇവർ ഏറ്റവും എതിർത്ത് സഖാവ് സുനിലൊക്കെ ഉള്ളപ്പോൾ അവരെ അദ്ദേഹത്തെ ചിത്രീകരിക്കാത്ത കഥകളും ഇല്ല. അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കേസ് കിട്ടുമില്ല കേട്ടോ. തുണ്ട് നോട്ടീസൊക്കെ ആയിട്ട് അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചിട്ട് പോലും നേതാക്കൾ പറഞ്ഞെന്നും പറഞ്ഞ് ഇടതുപക്ഷത്തോട്ട് വലിച്ചുകൊണ്ട് പോയി. ഇടതുപക്ഷവും അവസാനം തള്ളി. അത് UDFിലായിരുന്നാണ് പറഞ്ഞ് ഇദ്ദേഹം. പിന്നെ എൻ്റെ സ്വതന്ത്ര മുന്നണി ഉണ്ടാക്കി തട്ടിക്കൂട്ടി പറ്റിക്കാൻ പറ്റുന്ന കുറച്ച് സൊസൈറ്റി തിങ്ങിപ്പാർക്കുന്ന വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു. 3 പേരും ജയിച്ചു കേട്ടോ. 2 പേരോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. അവർ പുതുമുഖങ്ങളാണ്. പക്ഷേ ഇദ്ദേഹം പക്കാ കുറുക്കനാണ്. കുറുക്കൻ. അത്രേ ഉള്ളൂ. ഞാൻ ആദ്യം തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇത് അവസാനം ഇവർ ഭരണം നിലനിർത്താൻ വേണ്ടി എന്ത് കുതന്ത്രങ്ങളും പ്രയോഗിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിക്കാറ്. ആദ്യം ബിജു മാത്യൂസ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഇവരുടെ കൂടെ സപ്പോർട്ടാന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു ബിജു മാത്യൂസ് ഒന്നുമല്ല, ഇത് ആദ്യ ചെയർപേഴ്സണായിട്ട് വരേണ്ടത് മയാൽ രാഹുലായിരുന്നു. ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചു. ആദ്യ ഓപ്പർച്യൂണിറ്റി അവർക്കായിരുന്നു കൊടുക്കുന്നത്. അത് കോൺഗ്രസ് കൊടുത്തില്ല. എന്നാൽ പോലും അവരെ കൂട്ടി ഇവർ ഭരിച്ചു. 6 മാസത്തേക്കുള്ളത്. 6 മാസം നമ്മൾ സൈലൻ്റായിട്ടിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവരുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു കനാലിൽ ഈ മാലിന്യം തള്ളിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ഇട്ടു. ആ മാലിന്യം ഒരു പകുതി മുക്കാലും അതിലോട്ട് പോയി, പിന്നെയും കൊണ്ട് തള്ളി. ഇപ്പം നിങ്ങൾക്ക് ആർക്ക് വെള്ളം അതിലെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. സ്വന്തം വികസനം. ആര് വികസിക്കുന്നത്? സ്വന്തം വികസനം. നല്ലതാണ്. ഒന്നാമത് ഒരു എത്തിക്സും ഇല്ലാത്തൊരു പുള്ളി പറയുന്നു ഞാൻ പൊളിറ്റീഷ്യനാണെന്ന് പറയുന്നു. എന്നാ പൊളിറ്റീഷ്യൻ? പിന്നെ ഞങ്ങളെ നേതാക്കന്മാരുണ്ട് കുറച്ച് പേര്, BJPയിലാളും CPMയിലാളും. എന്നാ പറഞ്ഞാലും അവസാനം ഇവൻ്റെ വരുമ്പോൾ ഇവൻ്റെ കാണുമ്പോൾ മുട്ടിടിക്കുന്ന എൻ്റെ ഞാൻ ഉൾപ്പെടുന്ന പ്രസ്ഥാനത്തിലെ പല നേതാക്കന്മാരും, അത് പറയാതെ വയ്യ. അവരാണ് ഈ ഒറ്റുകാർ. അന്നേരം ഉണ്ടല്ലോ ഇവർ പറയുന്നതേ ഉള്ളൂ, വിമർശിക്കുന്നത് നമുക്ക് കുറ്റമാകും. ഇത് 1 മിനിറ്റോ 2 മിനിറ്റോ സ്കിപ്പ് ചെയ്യുന്ന കേസുകൾ വീഡിയോ അല്ല, ശകലം നീണ്ടുപോകും കാര്യങ്ങൾ പറയുമ്പോൾ. ഒരു സാധാരണക്കാരൻ 1000 സാധാരണക്കാർ രാഷ്ട്രീയമുണ്ട്, പൈസ ഉണ്ടെന്നുള്ളൊരു അഹങ്കാരത്തോടെ ഉപദ്രവിച്ച ഇയാൾ ഇപ്പം മകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇദ്ദേഹത്തെ മകൾക്കും അതേ ചേട്ടന് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇയാളുടെ സ്വഭാവം. പുള്ളി ഈ ബാലരമയോ ഡിങ്കനോ ഒക്കെ വായിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നി ഈ ഓരോ കഥകളും മെനയുന്നത്. സ്വന്തം മകളുടെ വാച്ച്, സാധാരണ വാച്ചെന്ന് പറയുന്ന സാധനം നമ്മളൊരാൾ എടുത്ത് പോയാൽ അത് ഊരി വെക്കണം. മൊബൈലൊക്കെ വല്ലയിടത്ത് വെക്കുമെന്ന് പറഞ്ഞാൽ വാച്ച് മോഷണം പോയി, അതിനകത്ത് വേറെ വല്ല സംഭവമുണ്ട്. ബിജു മാത്യൂസ്, നിങ്ങൾക്ക് ഒരു അഭിനന്ദനങ്ങൾ. നിങ്ങളിത് ഈ വിട്ടുവീഴ്ചയില്ലാതെ
അധികാരത്തിന് വേണ്ടി ഇതിന് താളം തള്ളാൻ നിൽക്കാതെ നിന്നതിന് നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം ചോദിക്കണം. നിങ്ങൾക്ക് ഞാനൊരു ഭാവി കാണുന്നുണ്ട്. ഈ 4 ടൈം ജയിച്ചെന്നും പറഞ്ഞു എങ്ങനെ ജയിച്ചു? കുത്തിത്തിരിപ്പും ഉടായിപ്പ് രാഷ്ട്രീയം. ആദ്യകാലത്ത് തുണ്ട് നോട്ടീസും അല്ലാത്ത പരിപാടികളുമായിട്ട് കുറച്ച് പേരെ സാധനിച്ചു, പൈസയും കൊടുത്ത് സെറ്റ് ചെയ്തു. ഇത്തവണ അത് തന്നെയൊക്കെ നടന്നു. പിന്നെ ഞങ്ങളെ പാർട്ടി പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർക്കും ജയിക്കുമോ തോക്കുന്നുള്ള പേടി. പിന്നെ ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ വീട്ടിൽ ഉൾപ്പെടെ ആൾക്കാരെ ഇവർ സ്വാധീനം വെച്ച് നോക്കും. എൻ്റെ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞതാണ്, ഞാൻ മുനിസിപ്പാലിറ്റിയുടെ വരാന്തയിൽ കൂടെ പോകുമായിരുന്നു. എപ്പോൾ എന്നതാ താങ്കളുടെ കയ്യിൽ ഒരു പരാതി മേടിച്ചുകൊണ്ട് നിങ്ങളിവിടെ നിന്നു, താഴെ നിന്നിട്ട് മുകളിൽ പോയിട്ട് വന്നിട്ട് ആ സാധനം വീട്ടിൽ കൊണ്ടേ കൊടുത്തെന്നൊക്കെയാണ് പുള്ളി എന്നോട് പറയുന്ന ബ്ലെൻഡർ കഥകൾ. ഇങ്ങനെയുള്ള ഒരുപാട് ബ്ലെൻഡർ കഥകൾ ചുറ്റുവട്ടത്ത് പടച്ചിട്ടേക്കോ. ഞാൻ മുനിസിപ്പാലിറ്റിയിലില്ലെങ്കിൽ ഈ പാലാ തെക്കക്കര ഏതാണ്ട് എന്നാകും ഒരു മുട്ടായുടെ ഉപകാരം പോലില്ല ഈ വില കൊണ്ട്. അല്ലല്ല, എത്ര കടക്കാർക്ക് പല കടക്കാരും ഞാനൊക്കെ ചെല്ലുമ്പോൾ ഇപ്പം എൻ്റെ സുഹൃത്തുക്കളുടെ കട ചെല്ലുമ്പോൾ പേടിയാണ്. കാരണം വെച്ചാൽ അയ്യോ അധികാരം കൈകൊള്ളുന്ന അവനല്ലേ, ലൈസൻസ് എടുത്ത് സകല നിയമപ്രകാരം കച്ചവടം ചെയ്യുന്നവൻ പറയുന്ന വർത്താനം. മുണ്ടല്ല മുട്ട് കൂട്ടിയിടിക്കുക. അപ്പോൾ ബിജു മാത്യൂസ് പറഞ്ഞത് ഏതാണ്ടൊക്കെ ഒരു ശരിയായ കേസ് കേട്ടാണ്. പക്ഷെ ബിജു മാത്യൂസിന് തണ്ടും തടിയുള്ളതല്ലേ. 3 അടി കിട്ടുമ്പോൾ 1 അടി തിരിച്ചു കൊടുക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എൻ്റെ ബിജു മാത്യൂസെ എന്തിനു പേടിക്കണം? ഇതിനെതിരെ എല്ലാം ഞാൻ പ്രതികരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ കുറച്ച് പേർക്കൊരു വൈരാഗ്യം. എന്നാ വൈരാഗ്യം? ഒരു സാധാരണ കച്ചവടക്കാരനായ വഴിക്കച്ചവടക്കാരനായി എനിക്കൊരു പണിതിന് 4 വൈരാഗ്യം എങ്ങനെ പറയാനാണ്? കഴിഞ്ഞ ദിവസം തൊട്ട് നമുക്ക് വീഡിയോയിലായിരുന്നു, വാർത്തയിലായിരുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. കാലം തിരിഞ്ഞു വരും, ചക്രം തിരിഞ്ഞു വരും. ഇയാളുടെ ചേട്ടനെതിരെ ഇയാൾ മുന്നണിയാണെന്ന് പറഞ്ഞ് മത്സരിച്ച് അയാളെ തോപ്പിച്ചിട്ട് അന്നൊക്കെ അവിടെ നടന്ന കഥകൾ. ഇയാളുടെ ചേട്ടനും അനിയുമായിട്ടുള്ള വിഷയങ്ങൾ എന്തെല്ലാം. ഇപ്പം അടയും ചക്കരയും അണ്ടിയും കുണ്ടിയായിട്ടും ജീവിക്കുന്നു. നല്ല കാര്യം. ചേട്ടനിയന്മാരല്ലേ, ഒരുമിച്ച് പോകണം. ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളാണ്. ഞാൻ 6 മാസം തന്നെ തയ്ക്കുമല്ലോ. ഞാനതുകൊണ്ടാണ് മിണ്ടായിരുന്നു. ജയിച്ചു. ഞാനതിലൊരു പോസ്റ്റ് ഇട്ടു, പവനായി ശവലമായി. നമ്മൾ മാറി വെച്ചു. ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ കുടുംബം ഉൾപ്പെടുന്ന എല്ലാവരും ഇവർക്ക് സപ്പോർട്ടാണ്. എന്തിന്? സ്വന്തം വീടും സ്വന്തം വീട്ടുകാരും ചേട്ടൻ അനിയന് പോലും അത്ര ബന്ധമില്ല. എനിക്ക് വേണം എല്ലാത്തിനും കമ്മീഷൻ വേണമെന്നും പറഞ്ഞ് പാലാ മുനിസിപ്പാലിറ്റി ഒരുപാട് പേരെ തീർത്ത് കളഞ്ഞ ഈ വ്യക്തിത്വത്തെ പറയാം. കുറച്ച് കുടുംബശ്രീ പെണ്ണുങ്ങളെയും പിന്നെ അല്ലാതെ ഈ ഹരിതകർമ്മസേനക്കാരെയൊക്കെ ഈ വായാടികളെല്ലാം പിടിച്ചിട്ട് ഇവർ ബൂസ്റ്റ് ചെയ്യിച്ചേക്കുവാണ്. ഒരു ചിത്രം മെനഞ്ഞെടുത്തിരിക്കുകയാണ്. ഞാനോ എൻ്റെ കുടുംബവും ഇല്ലേ പാലാ മുനിസിപ്പാലിറ്റി തകരും. 6 മാസമായി. സ്വന്തം വാച്ച് ഓഫീസിൽ നിന്ന് പോയിട്ട് ഈ ഫയലും പോയിട്ട് ഇവർക്ക് വൈനോട്ട് ഞാൻ പ്രതികരിക്കാതിരിക്കുമായിരുന്നു. ഇത് ശലം നീണ്ടുപോയി ഗൈസ്. അപ്പം ഈ പച്ചക്കളങ്ങളെല്ലാം തിരിച്ച് ഞാൻ ബിജു മാത്യൂസ്, മായാ ലാവലി ഇവരെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യലെന്ന് പറഞ്ഞ് ഇവർക്കൊക്കെ എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു ഭരണ കേസിലാ കേന്ദ്രത്തിൽ കയറി ഇരുത്തി ഇതുകൂട്ട് ഉടായ്പ് കാണിക്കേണ്ട കാര്യമില്ല. എൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഒരു വാട്ടർ അതോറിറ്റിയുടെ വെള്ളത്തിന് വേണ്ടി ഈ വെള്ള പദ്ധതി കാരണമാണ് പുള്ളി ഈ ഭരണത്തിൽ പോലെ വന്ന് ആദ്യം ജയിച്ചു പോയി. ഈയിടെ 6 മാസം തൊട്ട് ചെയ്യുന്ന ആ ഒരു പദ്ധതി മൊത്തം വിട്ട് കയറിയിട്ട് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സമയമാകുമ്പം ചെയ്യുമെന്നാണ്. അവർ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു. അതിൻ്റെ എല്ലാത്തിലും ഈ വീഡിയോ ഞാൻ ചെയ്യാം. പിന്നെ ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ പാർട്ടി ഉൾപ്പെടുന്ന എല്ലാവരോടും BJPയോടും CPMനോടും ഒക്കെ പറയാം, ഈ നട്ടല് വളയ്ക്കുന്നതിനൊരു പരിധി വേണം. 4-ാം കൊല്ലോ 5-ാം കൊല്ലോ പോയി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ആർജവത്തോടെ പറഞ്ഞു. ചില കേസുകളിൽ ഇവരൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം
നട്ടല് വളയ്ക്കാതെ. പിന്നെ വേറെ കേസായിട്ട് ഞാൻ പറഞ്ഞേക്കാം, ഇവർ ഇടതുപക്ഷത്തെ പിന്തുണച്ചെന്നും പറഞ്ഞ് അധികാരത്തിൽ വരുവാണെങ്കിൽ ആ പാർട്ടിയായിട്ടുള്ള ബന്ധം നമ്മൾ ഉപേക്ഷിക്കും. ഇവനെ താങ്ങിയിട്ടുള്ള ഒരു ഭരണവും പാലാ മുനിസിപ്പാലിറ്റി വേണ്ട. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പണി എന്താ പണി ചെയ്ത് ഒരു പണിയും ചെയ്തിട്ടില്ല. ചുമ്മാ ഒരു തവണ പൈസ ഉണ്ടാക്കി, അല്ലാതെ ബ്ലേഡ് കളിച്ചുണ്ടാക്കി, പിന്നെ സാധാരണക്കാരെ പിഴിഞ്ഞു, അല്ലാതെ കമ്മീഷനും അടിച്ച് ജീവിക്കുന്ന ഒരു ഇഷ്ടീകരണം പോലും എടുത്ത് മാറ്റാത്ത ഇവനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്. ഞാൻ തുറന്ന് പറയാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ കടുപ്പിച്ചേ പറയുള്ളൂ. പിന്നെ വേറൊരു കേസായിട്ട് പറയാം, പ്രായം പക്വതയില്ലാത്ത ചെറുപ്പേഷ്ടം വന്നതിൻ്റെ നമ്മുടെ ഈ 15ാം വാർഡിലാണ് ചെയർപേഴ്സൺ നിന്ന് ജയിച്ചത്. 15ാം വാർഡിൽ ദർശന കാവലെ കൊണ്ടുവന്നിട്ട് മൊബൈലും മേടിച്ച് വെച്ചിട്ട് ഒറ്റ നിന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞാൽ അവർക്ക് വീട്ടിൽ പോകാൻ പോലും വഴിയറിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ആ കൊച്ചു അമൂൽ ബേബി. ഞങ്ങളത്ര പറയുള്ളൂ. അവരെ ജയിപ്പിച്ച 15ാം വാർഡുകാരോട് നല്ല നമസ്കാരം. വൈദ്യുതി ബിനു ബാലൻ.